ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഠിനംകുളം ആതിര കൊലപാതക കേസ് പ്രതി ജോൺസൺ ഇന്നലെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പിടിയിലാവുന്ന സമയത്ത് ഇയാൾ കീടനാശിനി കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് ആശുപത്രിയിലാവുകയും ഇന്ന് അപകടനില തരണം ചെയ്തു എന്ന് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, ലൈംഗിക ബന്ധത്തിനിടെയാണ് ഈ കൊലപാതകം ഇയാൾ നടത്തിയിരിക്കുന്നതെന്നാണ്. ആതിരയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തലേ ദിവസം തന്നെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയും ഹോട്ടലിൽ നിന്ന് ആതിരയുടെ വീട് വരെ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ നടന്നു വരികയും 9 മണി ആകുന്നത് വരെ ആ പരിസരത്തൊക്കെ കറങ്ങി നടക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മൊഴിയിൽ പറയുന്നത്. 9 മണിക്ക് ആതിരയുടെ മകൻ സ്കൂൾ ബസ്സിൽ കയറി പോയ ശേഷമാണ് ഇദ്ദേഹം ആതിരയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. വീട്ടിലേക്ക് ചെന്ന ഇയാൾ ചായ ആവശ്യപ്പെടുകയും ആതിര ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയ സമയത്തിന് ആതിരയുടെ ബെഡ്റൂമിൽ കയറി ബെഡിനടിയിൽ കത്തി ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. തുടർന്നവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ലൈംഗിക ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലത് കൈ ഉപയോഗിച്ച് ഈ കത്തി ബെഡിനടിയിൽ നിന്ന് എടുത്ത് കഴുത്തിൽ കുത്തി ഇറക്കി കറക്കി വലിച്ചു എന്നാണ് പോലീസിന് പ്രതി മൊഴി കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറേ അധികം റിപ്പോർട്ടുകൾ ഈ മരണത്തെ തുടർന്ന് പുറത്തു വന്നു അല്ലേ. ഈ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് ഇതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പണവും സ്വർണവും ഒക്കെ ഇതിൻ്റെ കൊണ്ടുപോയിരുന്നു. അതുപോലെ പല തരത്തിൽ ഇതിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഇത് ഭർത്താവിനോടും വീട്ടുകാരോടും പരാതി പറഞ്ഞു. അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവും എന്ന് വിചാരിച്ച് പോലീസിൽ പരാതി കൊടുക്കണ്ട എന്ന് വിചാരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി പ്രതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം അത്രയധികം ഇവനെ ഭയപ്പെടുന്ന, ഇവൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ എന്തിൻ്റെ പേരിലാണ് വീണ്ടും ഈ പ്രതിയായിട്ട് ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്? അതൊരു പീഡന ശ്രമമൊന്നുമല്ല, പരസ്പര സമ്മതത്തോടെ ആയിരുന്നു എന്ന് തന്നെയാണ് മൊഴി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇവനുമായിട്ട് വീണ്ടും അത്തരത്തിലൊരു ബന്ധം നടത്താൻ ഇവർ തീരുമാനിച്ചത്? അത് തന്നെ തെറ്റല്ലേ? അപ്പോൾ ഇയാളെ പലതരത്തിൽ അവർ പ്രലോഭിപ്പിച്ചിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടായിരിക്കണം അയാൾ എൻ്റെ കൂടെ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞ് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാരണം അയാൾ ഭാര്യ ഇല്ലാതെ കഴിയുന്ന ഒരു മനുഷ്യനാണ്. 3 വർഷത്തോളമായിട്ട് അയാൾ ഭാര്യയുമായി അകച്ചിൽ കഴിയുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധം വെച്ചു പുലർത്തി മുന്നോട്ട് പോയപ്പോൾ അയാൾ കരുതിയിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ട് ഇവൾ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്ന് താമസിക്കും എന്ന് ധരിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് ഏതൊരാണുങ്ങളും ചിന്തിക്കും. കാരണം ഭർത്താവ് ഉള്ളപ്പോൾ തൻ്റെ കൂടെ കഴിയുന്നൊരു സ്ത്രീ തന്നോടാണ് ഇഷ്ടം ഉണ്ടാവുക, തന്നോടാണ് ഇഷ്ടം കൂടുതൽ ഉണ്ടാവുക ഭർത്താവിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് താൻ വിളിച്ചാൽ വരുമെന്ന് അയാൾ കരുതിയോടെ അയാളെ തെറ്റു പറയാൻ പറ്റില്ല. അയാൾ എന്ത് ഗുണ്ട ആയിക്കോട്ടെ, കൊലപാതക ആയിക്കോട്ടെ, എങ്ങനെയുള്ള ആളായിക്കോട്ടെ, അയാളെ പ്രലോഭിപ്പിച്ചു എന്നതും കൂടിയിട്ട് ഈ പെൺകുട്ടിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് അല്ലേ. സ്വാഭാവികമായിട്ടും അയാൾ ഇവളെ വിളിച്ചു, ഇവള് വന്നില്ല. കാരണം ഇവൾക്ക് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇയാളുടെ കൂടെ ജീവിക്കുന്നതിലാണ്, ഈ ഭർത്താവിനെയും മകനെ ഉപേക്ഷിച്ച് പോയി ജീവിക്കുന്നതിലായിരുന്നു അവൾക്ക് പ്രശ്നം. അപ്പോൾ ഇയാളിലൊരു വാശി ഉണ്ടായി. അങ്ങനെ എന്നെ വിഡ്ഢിയാക്കിയിട്ട് നീ ഭർത്താവിൻ്റെയും മോൻ്റെയും കൂടെ സുഖമായി ജീവിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അയാളെ എത്തിച്ചേർത്തു എന്ന് വേണം പറയാൻ. അതാണ് ഇപ്പോൾ അവസാന നിമിഷം ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്ന, തന്നെ ത്രട്ടൺ ചെയ്യുന്ന ഒരു വ്യക്തി വീട്ടിൽ കടന്നു വരുമ്പോൾ ഒന്ന് ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയ നാട്ടുകാർ ഓടിക്കൂടൂലേ? ഇന്ന് ഏത് സാഹചര്യത്തിലായാലും ഒരു സ്ത്രീ ഒച്ചയോ വിളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ ആ സ്ത്രീയുടെ കൂടെ നിൽക്കുള്ളൂ, നിയമം ആ സ്ത്രീയുടെ കൂടെ നിൽക്കുള്ളൂ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഇതും ഇല്ലാതെ ഇവൻ്റെ കൂടെ കഴിയാൻ തീരുമാനിച്ചപ്പോൾ അവൻ ആ അവസരം ഉപയോഗിച്ച് അവളെ കൊന്നു. അതാണ് ഉണ്ടായത്. എന്നിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു അവൻ്റെ ശ്രമം. അത് നടന്നില്ല. പിന്നീട് പത്രമാധ്യമങ്ങളിലൊക്കെ ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വന്ന് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് കീടനാശിനി എടുത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതെന്തായാലും വിജയിച്ചില്ല. ഇപ്പോൾ അപകടനില തരണം ചെയ്തു, രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള നടപടികളിലൊക്കെ പോലീസ് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. കാരണം അവസാന നിമിഷം വരെ ഭർത്താവിനെ ചതിച്ചുകൊണ്ടിരുന്ന ഒരുവളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്.